ആം ഹോൾ ഒന്നും കട്ട് ചെയ്യാതെ സ്ലീവ് ഒന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ ഈ ബോഡി പാർട്ടിന്റെ കൂടെ തന്നെയാണ് ഈ സ്ലീവ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഫുൾ ഓപ്പൺ കൊടുത്ത് ഒരു ഷർട്ട് കളർ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഡെയിലി വെയർ ആയിട്ടും അല്ലാതെയും വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ലൂസൊക്കെ കിട്ടും. ഇതുപോലെ നൈറ്റ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഡിസൈനിലുള്ള ബട്ടൺ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. എനിക്ക് ബട്ടൺ കിട്ടാത്തത് കൊണ്ട് ഞാൻ കൊടുക്കാത്തതാണ്. അതുപോലെ ഇത് പലാസോ പാൻറ്. പാൻറിന്റെ വീഡിയോ നേരത്തെ കുറച്ച് പേർക്ക് അറിയായിരിക്കും, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ട് ഓപ്പൺ കൊടുത്താൽ സ്ലിറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. കോമൺ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ കണക്കിന് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. ലെങ്ത് ഞാനിവിടെ 46 ഇഞ്ച് കൊടുത്തുകൊണ്ടാണ് ലെവൽ ചെയ്ത് കൊടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനിപ്പോൾ എനിക്ക് വേണ്ടതിന്റെ 1 ഇഞ്ച് വീതി കൂടുതലാണ് ഇട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ട് ഫുൾ ഓപ്പൺ ആക്കി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ബാക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിതിന് ലൈനിങ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് ഒരു അനുസരണയില്ലാത്ത ലൈനിങ് ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇപ്പം മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ആം ഹോളല്ലേ കൊടുക്കുന്നത് ഫസ്റ്റ്. ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള സ്ലീവ് കൂടെ വരുന്നത് കൊണ്ട് ചെസ്റ്റ് എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് കൊടുക്കുന്നത് കേട്ടോ. ഒന്നുകിൽ ആം ഹോൾ കൊടുക്കണം, എന്നിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ സ്ലീവിന് കൊടുക്കാനുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നത് നമുക്ക് ചെസ്റ്റ് എത്ര വേണം, ഞാനിവിടെ ലൂസ് ഉൾപ്പെടെ ചെസ്റ്റ് 10 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ലീവിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ 7.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത്. ഇപ്പോൾ 10 ഇഞ്ചും ഒരു 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. സ്ലീവ് കൂടെ ചെയ്യുന്നോണ്ടാണ്. അത് പോയിട്ട് ആം ഹോള് നമുക്ക് സാധാരണ കൊടുക്കുന്ന പോലെ കൊടുക്കണ്ട. നമ്മുടെ ടോട്ടൽ ആം റൗണ്ടിന്റെ ഹാഫ് എനിക്കിവിടെ 9 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് പോവും. അത് പോയിട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ ലൂസ് ഞാനിവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷമാണ് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആം റൗണ്ടിന്റെ കൂടെ 1/2 ഇഞ്ച് അല്ല 1 ഇഞ്ച് വരെ ലൂസ് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് മേളിൽ 2 ഇഞ്ചല്ലേ കൊടുത്തത്, അതാ ഈ ലൈനിൽ ഒരു 1.5 ഇഞ്ച് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ചാണ് ഈ ചെസ്റ്റിന്റെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് കൂട്ടിക്കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തത് സ്ലീവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഹിപ്പ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹിപ്പ് ഞാനിവിടെ 21.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ലൈനിന്റെ മിഡ് പോയിന്റ് നമ്മുടെ വേസ്റ്റും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ച് വേസ്റ്റിന് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുക്കുവാണ് കേട്ടോ. ഇനി ഹിപ്പിന് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഹിപ്പിന് ഞാനിവിടെ ലൂസ് ഉൾപ്പെടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. ചേർത്ത് വരയ്ക്കുമ്പോൾ ഇവിടുത്തെ സ്ലീവിന് ഷേപ്പ് കൊടുത്ത് വരയ്ക്കാൻ പാടില്ല. ഈ ഒരു കോണുണ്ടല്ലോ, കോണിലൊന്നേ ഇങ്ങനെ വളച്ച് ബോഡി പാർട്ടുമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു കൊടുത്താൽ മതി. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവിന്റെ വണ്ണം എങ്ങനെ വേണോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. കണ്ടതാ ഇങ്ങനെ സ്ലീവിനൊരു പടി വെച്ചു കൊടുക്കുന്നുണ്ട്. ആ പടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കുവാണ് കേട്ടോ. അതാണ് ഞാൻ ഈ ലൈൻ കൊടുക്കുന്നത്. സെപ്പറേറ്റ് ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി സീം അലവൻസുകൾ ആ 1/2 ഇഞ്ചിലൊന്ന് സീം അലവൻസുകൾ കൂടെ ഒന്ന് യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കോളർ കൊടുക്കുന്ന 3 ഇഞ്ച് വീതിയും ഒരു 3/4 ഇഞ്ച് ഡീപ്പാണ് ബാക്ക് നെക്കിന് കൊടുക്കുന്നത്. അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലോപ്പ് വേണം. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്ലീവിന്റെ ഈ എൻഡ് വരെ, സ്ലീവിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തല്ലോ അതുവരെ ഞാനിവിടെ 1 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. നെക്ക് ലൈനിൽ നിന്നാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതാ ലെങ്ത് ഭാഗത്ത് സാധാ ചെയ്യുന്ന പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ 1 ഇഞ്ച് വീതി നമുക്ക് ലെങ്ത് ഭാഗത്ത് കൂട്ടി ഈ ഹിപ്പ് പോർഷനിൽ നിന്നൊന്ന് താഴോട്ട് വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ സ്ലീവിന്റെ ഈ കോണെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് വെച്ചിട്ട് നമുക്കിനി ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് പാർട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കണം. ലെവൽ ചെയ്തിട്ട ശേഷം അതിന്റെ പുറത്തോട്ട് നമുക്ക് ഈ ബാക്ക് പാർട്ടിനെ ഒന്ന് വെച്ച് കൊടുത്ത് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് മുന്നേ ഈ ഫോൾഡ് ചെയ്തിട്ടേക്കുന്ന ഈ സൈഡ് ഉണ്ടല്ലോ ഫ്രണ്ട്, അവിടെ ഒരു 1/2 ഇഞ്ച് മാറ്റിയാണ് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമുക്കവിടെ ഓപ്പൺ വരുന്നുണ്ട്. അവിടെ ഒരു പടി വെച്ച് കൊടുക്കണമല്ലോ ഓപ്പണിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാറ്റിയാണ് കറക്റ്റായിട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. സ്ലോപ്പും എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നെക്ക് ഞാനിതിന് 3.5 ഇഞ്ച് ഡീപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് വൈഡും 3.5 ഇഞ്ച് ഡീപ്പും കൊടുത്ത് ഫ്രണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, 1/2 ഇഞ്ച് കൂട്ടിയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ സെപ്പറേറ്റ് പടി കൊടുക്കുന്നതുകൊണ്ടാണ് 1/2 ഇഞ്ച് വീതി കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടിന്. അതല്ല എങ്കിൽ നമുക്ക് 2.5 ഇഞ്ച് വീതി കൂട്ടി സെപ്പറേറ്റ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്ന ക്ലോത്താണ് ഇത്. കണ്ടോ, ഇതിനെ മടക്കി ഈ സൈഡ് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് പീസ് ആ ഓപ്പൺ ചെയ്യാതെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പടി വെക്കുന്നതുകൊണ്ട് കറക്റ്റ് ലെവലിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ
ഈ ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് കട്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തത് കേട്ടോ. ഞാനിവിടെ ലൈനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തല്ലോ ട്രേസ് ചെയ്ത്, അതേ കണക്കിന് ലൈനിങ്ങിന്റെ പുറത്ത് ഈ പീസുകളൊന്ന് വെച്ച് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണേ. കട്ട് ചെയ്ത ശേഷം നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെന്നി മാറാതെ ഇരുന്നോളും. ഇനി 4 ഇഞ്ച് വീതിയിൽ ഞാനിവിടെ ലെങ്ത് കണക്കിനൊരു ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഈ ലൈനിങ്ങിന്റെ സൈഡിലാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഈ 1 ഇഞ്ച് മാറ്റി ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ഇഞ്ച് മാറ്റി മറിച്ചെടുക്കുവാണ്. കാരണം ഈ 1 ഇഞ്ച് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷനിലൊരു കട്ടി കിട്ടും. കണ്ടോ, അതാ ഇതുപോലെയാണ് നമുക്ക് മടക്കി നല്ല വശത്തോട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിക്കോളും. ഇനി അകവശത്തോട്ട് 1 ഇഞ്ച് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ 4 ഇഞ്ചിന്റെ ആവശ്യമില്ല കേട്ടോ. ആ കണക്കിന് നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ ഓപ്പണിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഫുൾ ലെങ്ത് ഞാൻ 1 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് എളുപ്പമാവും. ഈ 4 ഇഞ്ച് വീതിയിൽ എടുക്കുന്ന ക്ലോത്ത് നമുക്ക് എത്ര ഓപ്പൺ വേണോ അത്രയും ലെങ്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഒന്ന് പിൻ കൂടെ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണേ, തെന്നി മാറാതിരുന്നോളും. 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ആ 1 ഇഞ്ച് മാറ്റി തന്നെയാണ് നമുക്ക് മടക്കി നല്ല വശത്തോട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ, 2 പടിയും ഞാനിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാർട്ടിന്റെ പുറത്തൂടെ അടുത്ത പാർട്ട് കണ്ടോ, ബട്ടൺ ഹോളും കൂടെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ പടി വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതുപോലെ നല്ല വശത്തോട്ട് മറിച്ചടിച്ചു കൊടുത്താൽ മതി. 2 സ്ലീവിനും 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ ഇതുപോലെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത് ഫുള്ളൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നല്ല വശത്തോട്ട് ഇതേ കണക്കിന് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൂടെ കൊടുത്താൽ മതി. സ്ലീവിന് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ല, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പടി വെച്ചു കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമല്ല, സ്ലീവ് മടക്കി അടിച്ചാലും മതി കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ചെയ്തെടുത്തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബോഡി ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കാനുണ്ട്. ബോഡി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അത് നമുക്ക് സ്ലീവിന്റെ വണ്ണം നമുക്ക് എത്ര വേണം ആ കണക്കിന് മേളിലോട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, എക്സ്ട്രാ പടി വെച്ചു കൊടുത്ത് അവിടെ നിന്നാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്താൽ ഇവിടെ നിന്നേ താഴോട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടും. നമുക്ക് എത്ര വണ്ണം വേണോ ആ കണക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം സ്ലിറ്റ് സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അതും ലെങ്ത് ഭാഗവും മടക്കി അടിച്ചെടുക്കുക. സ്ലീവ് ഒന്നും സെപ്പറേറ്റ് കൊടുക്കാത്തതുകൊണ്ട് നമുക്കിത് സിമ്പിൾ ആണ് കേട്ടോ. ഒരൊറ്റ സ്റ്റിച്ച് ബോഡിയിൽ തന്നെ അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് സ്ലീവും സുന്ദരമായിട്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പോൾ ഓപ്പണർ റെഡിയായി, ബോഡി പാർട്ട് ഫുൾ ഇവിടെ റെഡിയായി. ഇനിയാണ് ഞാൻ കോളർ നെക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ജാക്കറ്റായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യും. കോളർ നെക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളറിന് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നെക്കിന്റെ വീതി അളന്നെടുക്കണം. കണ്ടോ, നമുക്ക് നെക്ക് റൗണ്ട് എത്രയാണ് ഒരു പോയിന്റ് പോലും മാറാതെ തന്നെ നമ്മൾ അളന്നു കൊടുക്കണം. എനിക്കിവിടെ 20.4 കിട്ടുന്നത് കേട്ടോ. 20.4 ഇഞ്ചാണ് കറക്റ്റ് ഫുൾ നെക്ക് റൗണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം. ഇതിന്റെ കോളർ സിമ്പിൾ ആണ് കേട്ടോ. ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, 2ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇടുന്നുണ്ട്. 2ആയിട്ട് മടക്കി ഇട്ട ശേഷം ഞാൻ 20.4 അല്ലേ പറഞ്ഞത്, 10 ഇഞ്ചും ഒരു പോയിന്റും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 3 ഇഞ്ച് വീതി കോളർ കൊടുക്കുന്നുണ്ട്, ഒരു 3 ഇഞ്ച് മേളിലോട്ട് അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കോളർ എത്ര കിട്ടുന്നോ 2ആയിട്ട് മടക്കി ഇടുന്നുണ്ട്, അതിന്റെ ഹാഫ് എടുത്താൽ മതി. ഇവിടെ നിന്നും 3 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 10 ഇഞ്ചും ഒരു പോയിന്റും മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് മേളിലോട്ട് 3 ഇഞ്ച്. ഈ 2 ലൈനും തമ്മിലൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുവാണ്. ഇതാണ് നമുക്ക് കോളർ. ഇനി ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് വരച്ചു കൊടുത്ത ലൈനിൽ ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് ഞാൻ 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മേളിലത്തെ ലൈനും 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് മാർക്ക് ചെയ്ത പോലെ ഈ 1/2 ഇഞ്ചിലോട്ട് ആ പോയിന്റിൽ നിന്നാണ് കറക്റ്റായിട്ട് ചരിച്ച് വരച്ചു കൊടുക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് താഴോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ടൊന്ന് ലൈൻ കൊടുക്കുവാണ്. ഇനി ഈ ലൈൻ നമ്മൾ ചരിച്ചു കൊടുത്തല്ലോ, ആ ലൈനിലും കറക്റ്റായിട്ട് ആ 10 ഇഞ്ചും ഒരു പോയിന്റും വലിയ വ്യത്യാസം വരത്തില്ല. എനിക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു പൊടിക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ കോളർ നമുക്ക് വയ്ക്കുമ്പോൾ അതിൽ വേരിയേഷൻ വരും, ബോഡി പാർട്ടും കോളറും തമ്മിൽ. ആ ചരിച്ച് വരച്ച് ആ ലൈനിൽ 10 ഇഞ്ച് ഒരു പോയിന്റ് ഒന്നുകൂടെ ഞാനിവിടെ മാർക്ക് ചെയ്ത് ഒന്ന് ആ ലൈൻ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി കോളറിന്റെ മേൽഭാഗത്ത് ഈ കോണായിട്ട് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഞാനൊരു 4 ഇഞ്ച്
ഒന്ന് ചെരിച്ചൊന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ഒന്നിങ്ങനെ കോണായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. നമുക്ക് അരയിഞ്ച് വേണമെങ്കിലും കൂടുതൽ വേണമെങ്കിലും കൂട്ടി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കോളറിന്റെ കട്ടിങ്. നമ്മൾ ഈ ചെരിച്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കറക്റ്റായിട്ട് നമുക്ക് കോളർ കിട്ടി. ഇത് സിമ്പിളാണ് ഈ ഒരു കോളർ. ഇനി ഇതിനെ ക്ലോത്തിലോട്ട് വെച്ച് നമുക്ക് ട്രേസ് ചെയ്ത് എളുപ്പത്തിന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കി നോക്കുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മൾ കൂടുതൽ കൊടുത്തു വിട്ട ആ കോളർ. മടങ്ങി വരുമ്പോൾ കോണിലോട്ട് വരുന്നത്. ഞാനൊരു ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട ശേഷം ഇതിനെ ഒന്ന് ഈ ഫോൾഡഡ് സൈഡിലാണ് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഒരു പേന കൊണ്ട് ഞാനൊന്ന് കറക്റ്റായിട്ട് ട്രേസ് ചെയ്തെടുക്കുവാണ്. എടുത്ത ശേഷം ഒരു 1/2 ഇഞ്ച് നമുക്ക് മാറ്റി കൊടുക്കണം. തയ്യൽ തുമ്പ് വേണം. 2 പീസായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് മാറ്റിയാണ് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. 2 പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ? ഈ 2 പീസ് നമുക്ക് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതിലും ഞാനൊന്ന് 1/2 ഇഞ്ച് ഒന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിനുള്ളതാണ്. നമ്മളെ പേപ്പർ കട്ട് ചെയ്തപ്പോൾ അത് കൊടുത്തിട്ടില്ലായിരുന്നു. കറക്റ്റ് കോളറിന്റെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. കണ്ടില്ലേ? ഈ 1/2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ചരിവ് കിട്ടും സെന്റർ ഭാഗത്ത്. കണ്ടോ? അത് കോളറിന്റെ കറക്റ്റ് ഷേപ്പാണ്. ഇനി ഫ്യൂസിങ് ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്റ്റിഫ് അല്ല, ഫ്യൂസിങ് ഷീറ്റ്. അതിലോട്ട് വെച്ച് അതും ഒന്ന് ട്രേസ് ചെയ്ത് എടുക്കുവാണേ. എളുപ്പത്തിന് നമുക്കിങ്ങനെ ട്രേസ് ചെയ്ത് എടുക്കുമ്പോൾ എളുപ്പത്തിന് തന്നെ കട്ടിങ് കംപ്ലീറ്റ് ആവും. 2 ഫ്യൂസിങ് ഷീറ്റ് ഇതുപോലെ തന്നെ ഈ കോളറിന്റെ അതേ കണക്കിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറത്തൊന്ന് വെച്ച് ഫ്യൂസിങ് ഷീറ്റിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞ് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ മാറ്റം വരും. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് 2 പാർട്ടും കിട്ടിയിട്ടുണ്ട്. ഈ 2 പാർട്ട് നമുക്കിനി ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ ഫ്യൂസിങ് ഷീറ്റിന്റെ പുറത്തൂടെ കാണാൻ പറ്റും. കണ്ടോ? സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് മാറ്റി ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. കണ്ടില്ലേ? നമ്മൾ ഫുള്ള് 3 റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇത് നമുക്ക് ബോഡി പാർട്ടോട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 1/2 ഇഞ്ച് മാറ്റി പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യണം. അത് നമുക്കിങ്ങനെ മടക്കി ബോഡി പാർട്ടോട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത്. കണ്ടില്ലേ? ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടേ. ഇനി 1/2 ഇഞ്ച് മാറ്റി വിട്ടത് നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 പാർട്ടിൻ്റെയും അപ്പുറവും ഇപ്പുറവും പിടിച്ച് 1/2 ഇഞ്ച് മാറ്റി അതിനെ ഒന്ന് ഇങ്ങനെ വെച്ച് ഒന്നുകൂടെ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോഡി പാർട്ടോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇത് കണ്ടോ? ഞാൻ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ബോഡി പാർട്ടിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ കോണൊന്ന് തിരിച്ചെടുക്കണം. ഈ കോളറിനൊന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ കൂട്ടി ഒരു കോണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കോളറിന്റെ ഷേപ്പിന്. ആ കോണിൽ കറക്റ്റായിട്ട് കണ്ടോ? ഞാനിവിടെ ഒരു ത്രെഡും നീഡിലും എടുത്തിട്ടുണ്ട്. ഫുള്ള് വലിച്ചെടുക്കരുത്. ത്രെഡ് അകത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ആ കോണിൽ തന്നെ ആ ഒരു സ്റ്റിച്ച് മാറ്റി ഒന്നുകൂടെ നല്ല വശത്തോട്ട് തിരിച്ചെടുക്കുവാണ്. കണ്ടോ? നീഡിൽ ഇങ്ങനെ എടുത്ത് ആ ഫസ്റ്റ് ഉള്ള ത്രെഡും ഉണ്ടല്ലോ, 2 ത്രെഡും നമ്മൾ ഒന്നിച്ചൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. നല്ല വശത്തോട്ട് നമുക്ക് കോണായിട്ട് തന്നെ ഈ എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? 2 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് നല്ല വശം തിരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കോണായിട്ട് ഇതുപോലെ കിട്ടും. എളുപ്പത്തിന് തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഒന്നുമില്ല, നമുക്ക് ഈ ബോഡി പാർട്ടിൽ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി, അതിനതാ ഇതുപോലെ ഒന്ന് കമഴ്ത്തി അതിനകത്തൂടെ വെച്ച് ഫുള്ളൊന്ന് ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി. 2ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 2ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 2ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതല്ല എങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് ഒറ്റ സ്റ്റിച്ച് ഇട്ട് വന്നാൽ മതി പുറത്തൂടെ. കണ്ടോ? ഇങ്ങനെ വെച്ച് ഫുൾ ലെങ്തിലങ്ങ് ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി. ഈ 1/2 ഇഞ്ച് അകത്തോട്ട് മടക്കി അയൺ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിന് ഒറ്റയടിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും കോളർ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. സൈഡ് നമുക്ക് എലൈൻ വേണമെങ്കിൽ എലൈൻ ചെയ്യാൻ ഞാനിവിടെ സെറ്റ് കൊടുത്ത് ഫ്രണ്ട് ഓപ്പൺ ഒക്കെ കൊടുത്ത് നമുക്ക് ജാക്കറ്റ് ആയിട്ട് വേണോ ഡെയിലി വെയർ ആയിട്ട് വേണോ എങ്ങനെ വേണോ നമുക്കത് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു അടിപൊളി ടോപ്പാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.